ഹലോ ഗായ്സ്, വെൽക്കം ടു തക്ടൂസ് വേൾഡ്. തക്ടൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിള്ളേരോടൊക്കെ ഹായ് പറയുന്നതാട്ടോ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും വിചാരിക്കും ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്, പക്ഷെ പറ്റാറില്ല. കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് കരച്ചിലും പിഴിച്ചിലും തല്ലോട്ടൊക്കെ ആയിട്ട് അതിനുള്ള കൂടെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനൊന്നും പറ്റാറില്ല കേട്ടോ വീട്ടിലത്തെ. അപ്പോൾ എപ്പോഴും പുറത്തേക്ക് പോണ വീഡിയോ ആണ് ഞങ്ങളുടെ വ്ളോഗിൽ ഇപ്പോൾ വരേണ്ടത് അടുപ്പിച്ച്. അപ്പോൾ ഇന്നും പുറത്തേക്ക് പോകാനാണ് കേട്ടോ, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണ് കടയ്ക്ക്. അപ്പോൾ ഇന്നലെ തൊട്ട് തന്നെ നല്ല മഴ ഉണ്ട് കേട്ടോ. എല്ലാവരുടെ അവിടെ മഴയൊക്കെ ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഫുള്ള് മഴയായിരുന്നു രാവിലെ, അതുപോലെ ഇന്നലെ ഒക്കെ മഴയായിരുന്നു. അപ്പോൾ ഇന്നലത്തെ കോലാഹലമാണ് ഈ കാണുന്നത്. എല്ലായിടത്തും ഫുള്ള് മഴയായിട്ട് ചളിപിളിയിട്ട് കിടക്കുക കേട്ടോ. മഴയൊക്കെ ഇഷ്ടമാണ്, പക്ഷേ മുറ്റത്തുള്ള ഈ ചളികളൊന്നും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ പുഴ കാട്ടിത്തരാൻ വേണ്ടി പോവാം കേട്ടോ. പുഴയിൽ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഇത്ര ദിവസം, പക്ഷെ ഇന്നലെ അതിൻ്റെ ചീർപ്പ് വെട്ടി അവർ, അതുകൊണ്ട് വെള്ളമൊക്കെ പോയിട്ടാ. പിന്നെ ഇന്നലെ മീൻ പിടിക്കാനും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ചീർപ്പ് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വെള്ളം കെട്ടി നിർത്തണേനായിട്ട് ഈ ചീർപ്പ് കെട്ടി നിർത്തുക എന്ന് പറയുക. അപ്പോൾ അതൊക്കെ വെട്ടി കളഞ്ഞപ്പോൾ വെള്ളമൊക്കെ കുറേ പോയി, ആ കല്ലൊന്നും കണ്ടിരുന്നില്ല കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മീൻ പിടിക്കുന്ന ആൾക്കാർ വന്നിട്ട് കുറേ പരലും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ടേയിട്ടുണ്ട്. അവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു, നിറച്ച് വലയായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറത്തെ പറമ്പിൽ ഒരു മാങ്ങാമരം നിൽക്കുന്നുണ്ട്, കൊണ്ട് ഫുള്ള് മാങ്ങ പഴുത്തിട്ട് പുഴയിൽ വീണിട്ടാണ്. നമ്മളോട് പോയി എടുത്തോളാനൊക്കെ പറഞ്ഞു, പക്ഷേ ഈ പുഴയെ കൂടെ എങ്ങനെയാണ് നീന്തിയിട്ട് പോവുക. ചക്കൊക്കെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സീസണിൽ, പക്ഷേ മാങ്ങയാണ് കിട്ടാത്തത്. മാങ്ങ ഇനി പഴുത്ത മാങ്ങ എവിടെയെങ്കിലും കണ്ടാൽ വാങ്ങണം. അങ്ങനെ ഞങ്ങൾ കടയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിന്നിട്ട് ഇത് ഓട്ടോറിക്ഷ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുമ്പി ഉറങ്ങിയിട്ടൊന്നുമില്ല, തുമ്പീനെ എടുത്തിട്ട് നടക്കുകയാണ് ഞാൻ. ഇതാ ഞങ്ങൾ പോണ ഓട്ടോറിക്ഷ, സ്ഥിരം പോണ ഓട്ടോറിക്ഷ ആണത്. അപ്പോൾ അവിടെ എത്തിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. സാധാരണ ഈ ഉള്ളേരിയകളിലൊന്നും ഇങ്ങനെ വലിയ സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ടാവാറില്ല, ടൗണിലേക്കൊക്കെ ഇറങ്ങിയാലാണ് ഉണ്ടാവാറ്. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് 5 മിനിറ്റ് ദൂരമുള്ള ഉള്ളേരിയയിൽ തന്നെയാണ് ഈ കട ഉള്ളത് കേട്ടോ. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല, ഐസ്ക്രീം, അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ്, പീനട്ട് ബട്ടർ, പിന്നെ നമുക്ക് അങ്ങനെ മിക്ക കുഞ്ഞു കടകളിൽ ഉണ്ടാവാത്ത സാധനങ്ങൾ ഈ കടയിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ വലിയ കാര്യത്തിൽ ഉണ്ടാവാറില്ല, എന്നാലും പൈനാപ്പിൾ, തണ്ണിമത്തൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മിക്ക സാധനങ്ങളും ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങുക, വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ പറ്റ് കിട്ടാറുണ്ട് കേട്ടോ. മാസം മാസം പൈസ കൊടുത്താൽ മതി. അത് ഇക്ക പറഞ്ഞ് ഏൽപ്പിച്ചതാണ് കേട്ടോ. ഇക്ക മാസം പൈസ അയക്കുമ്പോൾ ഇവിടെ കൊടുന്നേരം. അപ്പോൾ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ചോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഞാൻ ബേക്കറിയാണ് വാങ്ങുന്നത്. പിള്ളേരുടെ പേര് വെറുതെ പറയുകയാണ്, കൂടുതലായിട്ട് ഞാനായിട്ടാണ് കഴിക്കുക. കണ്ട 1218 രൂപയായിട്ടുണ്ട് ബില്ല്. അപ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല പൈസ ആയിട്ടുണ്ട്. എന്നാലും ഇവിടുന്ന് കടം തരണോണ്ട് ഇവിടുന്ന് തന്നെ വാങ്ങൂട്ടാ. അങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ, ഒരു മാസത്തേക്ക് പറയാൻ പറ്റില്ല, കാരണം ബേക്കറിയൊക്കെ ചെന്നിട്ട് ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ തീരും. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിതാ പോവാട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ജലദോഷം ചുമയൊക്കെയാണ്, എന്നാലും അവർക്ക് ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. തുമ്പിക്ക് മാത്രം ഐസ്ക്രീം തിന്നാൻ പറ്റില്ല, അതുകൊണ്ട് പുറത്തത്തെ കാഴ്ചകൾ കണ്ടിട്ട് പോവാട്ടോ. അവൾക്ക് പിന്നെ ഓട്ടോറിക്ഷയിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. മിക്ക പിള്ളേർക്കും അങ്ങനെയാവുമല്ലേ. ഇവിടെ കാണുന്ന ഒരു പ്രതിഭാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, തക്കുടിൻ്റെ കയ്യിലത്തെ ഐസൊക്കെ വേഗം തിന്നിട്ട് റിച്ചുവിൻ്റെ നിന്ന് വാങ്ങുന്നതാ കേട്ടോ. ഈ സ്വഭാവം എനിക്കുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അത് വീട്ടിലെല്ലാവരുടെയും മിഠായി എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ തിന്നില്ല, അവരെ തിന്നൽ കഴിഞ്ഞിട്ടാണ് എൻ്റെ മിഠായിയൊക്കെ ഞാൻ അടുത്ത് കഴിക്കുള്ളൂ. അങ്ങനെയാണ് കേട്ടോ ഇവിടെ. എൻ്റെ മക്കളതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ഇത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ, നമ്മുടെ തക്കുടിൻ്റെ ബർത്ത്ഡേ ആണ് പിറ്റേ ദിവസം. അപ്പം ഞാൻ ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനക്ക് പുതിയ ഡ്രസ്സ് പെരുന്നാളിൽ കിട്ടിയത് ഓൾറെഡി ഉണ്ടായിരുന്നു, അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ബർത്ത്ഡേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പുതിയത് തന്നെയാണ്, അവ ഇടാത്തതാണ്. അപ്പോൾ കേക്ക് വാങ്ങിച്ചിട്ട് കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് പറയും. ഞാൻ മാത്രമുള്ളൂ വീഡിയോ എടുക്കാനും, കാരണം ഞാൻ എൻ്റെ മക്കൾ മാത്രമല്ല ഇവിടെ ഉള്ളൂ. അപ്പോൾ അവൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് ഞാൻ എന്താ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ റിച്ചുവിനോട് ഇക്കാക്ക് കൊടുക്കണ ഒരു കഷ്ണം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ റിച്ചു ഒരു കഷ്ണം എടുത്തിട്ട് ഇക്കാക്ക് കൊടുക്കുന്നതാണ് വിചാരിച്ചത്, പക്ഷെ അവൻ തന്നെ തിന്നെയാണ് ചെയ്തത്. പിന്നെ തക്കുടും കഴിച്ചു. അങ്ങനെ കേക്ക് മുറി കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ഓരോ പീസ് കേക്ക് അടുത്ത വീടുകളിലേക്കൊക്കെ കൊണ്ടുകൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് തക്കുട് കൊണ്ടുകൊടുത്തോണ്ടിരിക്കുക. പിന്നെ ചെറിയൊരു തട്ടിക്കൂട്ടിയൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷം. പുതിയ വ്ളോഗായി വരാനായിട്ട് ബൈ ബൈ.